കൈ പുറകെ കിട്ടണേ. നന്ദിയില്ലാത്തവൻ എങ്ങനെയാണ് പഞ്ച പിടിക്കുന്നത്? വിടതാ. ഗുരുവിനല്ല ഞാനും ചെയ്തത്. എടാ, ഗുരുവിന് എന്തും ചെയ്യാം, പക്ഷെ നിനക്ക് ശിക്ഷയുണ്ട്. എണീക്കടാ, എണീക്കടാ, എണീക്കടാ. 100 ബൈറ്റോ എടുക്കടാ. 100 എടുക്കടാ. 100 ബൈറ്റ്. 1 2 3 നിർത്തരുത്. 4 Excuse me. Could you get me some water, please? കുറച്ച് വെള്ളം. എന്താണ് ഇത്? വെള്ളം. എന്നിട്ട് ഞാൻ വെള്ളം ചോദിച്ചോ? ഇല്ല, പക്ഷെ മീനും അകത്തോന്ന് പറഞ്ഞു. ഗോപേട്ട, ആ പുറത്തുനിന്ന് കോപ്രാണ്ടി കാണിക്കുന്ന മനുഷ്യന് കുറച്ച് വെള്ളം കൊടുക്കൂന്ന്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചതാ, എന്തടി നിനക്കൊണ്ട് കൊടുത്താലെന്ന്. അപ്പോൾ അവൾ പറയുവാ, ചീ ആ കൊരങ്ങനെ മുമ്പിലേക്ക് ഞാനില്ലെന്ന്. അയ്യോ, അത് നീ ആയിരുന്നില്ല, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നിങ്ങൾ തമ്മില് വല്ലാതെ എങ്കിലും അടുത്തല്ലോ. പോടാ, അങ്ങനെയൊന്നുമില്ല. സ്നേഹിച്ചാ സ്നേഹിക്കും. കേവലം പാഠപുസ്തകങ്ങളെ മാത്രം അവലംബിച്ച് ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിയില്ല. ഹിന്ദിയിൽ നല്ലൊരു അടിത്തറ നമുക്ക് കെട്ടിപ്പടുക്കണം. മേ തുംസെ പ്യാർ കർത്താ ഹൂം. അർത്ഥം അറിയോ? അറിയാലോ. പറയൂ, കേൾക്കട്ടെ. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടണമെന്നല്ല, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മനസ്സിലായോ? എന്താ പറഞ്ഞത്? പറയൂ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മുതിർന്നവരെ നിന്നെ എന്ന് വിളിക്കരുത്, നിങ്ങളെ എന്ന് പറയൂ. പറയൂ, പറയൂ, പറയൂ. ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു. മേ തുംസെ പ്യാർ കർത്തി ഹൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നീ വരില്ലേ? നീ വരില്ലേ? ക്ലാസ് റൂം. എന്താ മാസ്റ്റർ? വായിലും മൂക്കിലും പൊടി കയറില്ലേ? എപ്പോ നോക്കിയാലും ഒരു ചൂലിന്റെ ശല്യം. മീനു ഈ ചൂലിനോട് കടന്നു പോകാൻ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടോ, എന്താ പറഞ്ഞത്? മീനു എന്ത് പറഞ്ഞാലും ഞാൻ പോവില്ല. ഈ മുറി നല്ലോണം വൃത്തിയാക്കണമെന്ന് അമ്മ പറഞ്ഞത്. അമ്മ പറഞ്ഞാൽ ജീവൻ പോലെ ഞാൻ. അമ്മയോട് ഞാൻ ചോദിക്കട്ടെ, ഓരോ ശല്യങ്ങള്. സമ്മതിക്കില്ല അല്ലേ? കാണിച്ചു തരടാ. എനിക്കത് കാണാ. എന്തായി? നിന്റെ ശരീരം അങ്ങ് ശോഷിച്ചു പോയല്ലോ. ചോര തുപ്പാറായോ? തുപ്പുമ്പോ അറിയിക്കാം. ആ, ഒരു സത്യം പറയട്ടെ, ആ. അവൾ എന്നെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എണ്ണയിട്ട് മസിൽ പിടിച്ച് നിൽക്കുമ്പോ അവൾ എവിടെയെങ്കിലും വന്നെന്ന് എന്നെ ഒളിഞ്ഞു നോക്കും. വല്ലതും കട്ടോണ്ട് പോകുന്നുണ്ടോന്നായിരിക്കും. ഓടെ അത് കാണാൻ പോണ പോലുമല്ലേ? എടാ ഭക്ത, ആ ചൂല് ഗോപനെ കൊണ്ട് വലിയ ശല്യം. ആ, അവൾ എന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവൻ എവിടെ നിന്നെങ്കിലും ഒരു ചൂലും പൊക്കിക്കൊണ്ടുവരും. ആണല്ലോ. ഇത് തന്നെയാണ് എന്റെയും പ്രശ്നം. അവൻ ഒറ്റക്ക് കിട്ടുമ്പോ അവളെ വളച്ചാ പോരെ? വളച്ചാലും കിട്ടാൻ പോകുന്നില്ല. എന്നാലും അതിൽ എന്റെ ഒരു മര്യാദ. ഞാനൊരു കാര്യം പറയാം. നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഈ കോർപ്പറേഷൻ വെള്ളം വരുന്ന പൈപ്പിന്റെ മെയിൻ ടാപ്പ് നിനക്ക് അടക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിനക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. കാര്യം എന്തര്? അവന്റെ ചൂൽ ഷൈനിങ് അതോടെ നിൽക്കും. കോർപ്പറേഷൻ വെള്ളം നിന്നാൽ കിണറ്റിന്ന് വെള്ളം കോരേണ്ടി വരും. ഇന്നത്തെ നിലക്കാവുമ്പോ അവൻ തന്നെ കോരേണ്ടി വരുവേ. ചേടാ ഭയങ്കര. നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ വെറുതെ ആണല്ലേ? നിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞ ഊതല്ലേ? എടാ, ഞാൻ പറഞ്ഞത് നിനക്ക് ചെയ്യാൻ പറ്റുമോ? സംശയം എന്ത്? എനിക്ക് ചെയ്തേ പറ്റൂ. അവന്റെ അമ്മൂമ്മയുടെ ഒരു ചൂല്. എന്തെല്ലാം കഷ്ടപ്പാട്. ഗോപാ, അടുക്കളയിലേക്ക് 2 ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. കൊണ്ടുവരുന്നു. രണ്ടാക്കുന്ന എന്തിന്?
ഒരു 10 എണ്ണം കൊണ്ടുവരും. മനുഷ്യനെ ഒരുമാതിരി. നല്ലൊരു അവസാനം ഉണ്ടായാൽ മതിയായിരുന്നു. എന്തോന്നാ തന്റെ ഒരു ഒടുക്കത്തെ കുടി ഒരിക്കൽ കൂടി വേണമെന്നോ? വേണം വേണം. തരാം കേട്ടാ. പോന്നതിന് മുമ്പ് എല്ലാം കൂടെ ചേർത്ത് തരാം. ഹിന്ദി മാത്രം ആയാൽ മതിയായിരുന്നു. അല്ലേ അവനെ ഞാൻ ഒതുക്കി, പൈപ്പിന്റെ ടാപ്പ് അടച്ചു. ഇനി വൈകുന്നേരം വരെ അവൻ വെള്ളം കോരിക്കൊണ്ടിരിക്കും. അത് മതി, വരട്ടെ. ഒരു കാര്യം, നീ അരമണിക്കൂർ കൂടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പൈപ്പ് തുറന്നു വിടും. പിന്നെ ആ ചൂല് നേരെ നിന്റെ അടുത്ത് വരും. ഇല്ല ഇല്ല, 1 മണിക്കൂറെങ്കിലും അവളെ സ്വൈരായിട്ട് കിട്ടുമല്ലോ. അരമണിക്കൂർ. ആ, അരമണിക്കൂർ. നീ ഇവിടെ വെയിറ്റ് ചെയ്യുവേ, ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഗോപ, എനിക്കൊരു ബക്കറ്റ് വെള്ളം. ദാണ്ടെ കൊണ്ടുവരുന്നേ. ദൈവമേ, ഇപ്പോഴെങ്ങും പൈപ്പിൽ വെള്ളം വരല്ലേ. എങ്ങോട്ടാ എങ്ങോട്ടാ? മോളുടെ കല്യാണം. കല്യാണം സദ്യ കാണുമോ? കാണും. 4 തരം പ്രഥമൻ വിളിക്കാൻ വന്നിരിക്കുന്നു. പിന്നെ കുളിക്കാം. ഗോപ, ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾ പറ. ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത്? 1 or 2 പ്രാവശ്യം കൈ അബദ്ധം പറ്റി 5 or 6 പേര് മരിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ആ ഡോക്ടറെ തുരത്താൻ പല തന്ത്രങ്ങളും ഞാൻ പ്രയോഗിച്ചു. ഫലവത്തായില്ല. പക്ഷെ എന്നെ സസ്പെൻഡ് ചെയ്ത് പകരം വീട്ടുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. എന്തൊരു ചേർച്ച! ഇപ്പഴാ തിരിച്ചറിഞ്ഞത്. ഒരു വർഗബോധം ഉണ്ടായത്. നീ എന്റെ ജാസിഗിത്തിന്റെ പാട്ട് പാടും. എന്താണ് ഇത്? ജാസിഗിത്തിന്റെ പാട്ടാ. എന്താണോ ആ കാല്? എന്തിന് കാല് പിടിച്ച് മാപ്പ് പറയാനാ? മനുഷ്യരോട് ടെൻഷൻ അടിച്ച് നടക്കുമ്പോൾ അയാളുടെ ഫോട്ടോ മാറി. സാറേ, കാക്ക വിളിച്ചാൽ കൊക്കാകൂല, കമ്പൗണ്ടർ വിളിച്ചാൽ ഡോക്ടർ ആകൂല. എനിക്കറിയാം. തന്റെ വേദാന്തം ഒന്നും എനിക്ക് കേൾക്കണ്ട. തന്നെ കൊണ്ട് സഹി കേട്ടിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ മാറ്റമില്ല. ഇവന്റെ ജോലി പോയപ്പോ മൃഗങ്ങൾ പോലും ഇവനെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി. സാറേ, ഞാൻ എവിടെ വേണമെങ്കിലും ആണയിടാം. ഇന്നു മുതൽ എല്ലാ മൃഗങ്ങളും എന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. ഉത്തരവാദിത്ത ബോധമുള്ള നല്ലൊരു കമ്പൗണ്ടർ ഞാൻ ജീവിച്ചോളാം. ഇത് സത്യം. ചന്ദ്രപ്പൻ അച്ഛനാ സത്യത്തിൽ എന്റെ അച്ഛനെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്. എന്റെ അപ്പം മരിച്ചോയില്ലടാ. സാറേ, എന്തോ ഇതിനെ കുത്തിവെക്കാൻ കൊണ്ടുവന്നതാ. എന്റെ ഈ അമ്മണിക്കുട്ടി പ്രസവിക്കുന്നത് ഒരു ഓസ്ട്രേലിയൻ പശുക്കുഞ്ഞിനെ തന്നെ ആവണം. അത് നടക്കില്ല. എന്റെ കയ്യിലൊരു നാടൻ നിൽക്കുമ്പോ നിനക്ക് ഫോറും തന്നെ വേണമല്ലടി. രത്നമ്മയിൽ നിന്നും ഞാൻ ഈ കരിങ്കാലത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിനക്കറിയോ, അമ്മിനിക്കുട്ടി പുഷ്പിടിയാവുന്നത് കാത്ത് കണ്ണിൽ ആവണക്കെന്ന് വെച്ച് കാത്തിരിക്കുക എന്റെ ഈ മുരിക്കുട്ടൻ. താനൊരു വികാര ജീവിയല്ലോ. തന്റെ പ്രകൃതമായ ആവശ്യത്തിന് ആരെങ്കിലും തടസ്സം സഹിക്കണോ? സഹിക്കോ? മാറിക്കണോ? തന്റെ ഓഞ്ഞ കളെ കൊണ്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ തനിക്കെതിരെ എനിക്ക് നിയമ നടപടി എടുക്കേണ്ടി വരും. ഒരു മൃഗ സഹജീവിയുടെ വംശം നിലനിർത്താനുള്ള മൗലിക അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ മനുഷ്യ കോടതി വരെ കയറും. സമരമുറയിലൂടെ ഞാൻ നേടിയെടുക്കും. മൃഗങ്ങളുടെ വംശം നിലനിർത്താനുള്ള ഡിസ്ക്വാളിഫൈ. നാടൻ കൊണ്ട് നാട് നന്നാക്കുക, വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക, വിദേശ ബീജം സുഹൃത്തുക്കളെ, മൃഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി മാത്രമല്ല, ഡോക്ടറായിരുന്ന പാവം സുശീലൻ എന്ന മൃഗപാലകനെ കമ്പൗണ്ടറാക്കി തരം താഴ്ത്തിയ ഈ കാടൻ നിയമത്തിനെതിരെയും ഞാൻ പ്രതികരിച്ചിരിക്കും. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഡോക്ടർ ആവണ്ട. എനിക്ക് കമ്പൗണ്ടർ ആയാൽ മതി. വേലുവേലിന്റെ വേല നോക്ക്. ഡോക്ടർ വാ, MLA വീട് വരെ ഒന്ന് പോണം. ഞാൻ പറഞ്ഞത് ഉണ്ടാക്കിയാ മതി. 13. SI ആയാലും CI ആയാലും നമ്മളെ പിള്ളേരെ തൊട്ട് കളിച്ച് അവന്റെ സ്കൂളിൽ ഞാൻ പൂട്ടിയും. അപ്പൊ ഞങ്ങള് 1 മണിക്കൂറിനകം അവർ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയിരിക്കും. നിങ്ങൾ ചെല്ല്. 16. ഞാൻ ഗൗതം, ഇവിടുത്തെ മൃഗ ഡോക്ടറാ. സാറ് കാണണോന്ന് പറഞ്ഞു. പറഞ്ഞു. അവളവിടെ. ഭൂമികേ, എന്താ ചെറിയച്ചാ? ഇവിടുത്തെ മൃഗ ഡോക്ടറാ. പട്ടിക്ക് എന്ത് സൂയില്ലാന്ന് പറഞ്ഞില്ലേ? കാണിച്ചു കൊടുക്ക്. പട വയ്ക്കില്ലേ? ഇയാള് പക്ഷി ഗവേഷണത്തിന് വന്നതാ? പട്ടിയെ പരിശോധിച്ച് വേഗം സ്ഥലം വിടാൻ നോക്കണോ? ആ പക്ഷിയെ നോക്ക്. കണ്ട പക്ക വെജിറ്റേറിയനാ, പക്ഷെ വായ തുറന്ന നോൺ വെജ്. ചില പക്ഷികൾ ഇങ്ങനെ സാറേ, കണ്ടാൽ പക്ഷി എച്ചിയാണെന്ന് തോന്നുന്നു. എന്തോ അല്ല, ഈ ഭൂമി കുലിക്ക് പക്ഷിയുടെ കാര്യം പറഞ്ഞതാ.
എവിടാ പട്ടി? എന്തോന്നാ? പട്ടി എവിടാന്ന്? എന്റെ സാറേ, പട്ടിയല്ലേ ആ കൂട്ടി കിടക്കണേ? ഓ, ഇവിടെ വേറൊരു പട്ടി നിൽക്കുന്നുണ്ടോ? പട്ടിക്ക് എന്താ അസുഖം? അതെ, പട്ടി കുരയ്ക്കാറില്ല. പട്ടിയുടെ ജോലി മറ്റുള്ളവർ ചെയ്യുമ്പോ പിന്നെ പട്ടി എന്ത് ചെയ്യാനാ? എന്ന് പറഞ്ഞ അസുഖം? അതെ, അച്ഛമ്മയുടെ ചുമയുടെ മരുന്ന് ഞാൻ അറിയാതെ ഇതിന് ചോറൊഴിച്ചു കൊടുത്തു. അതിൽ പിന്നെ പട്ടി കുരയ്ക്കാറില്ല. വിവരദോഷി. എവിടെയാ മരുന്ന്? അച്ചമ്മയ്ക്കും പട്ടിക്കും കൊടുത്ത് ബാക്കിയുള്ളത് ഞാനും ഒന്ന് കുടിച്ചു. അത് പിന്നെ കുരച്ചാ പോലും പട്ടിയുടെ ശബ്ദം കറക്റ്റായി. എന്നാ പിന്നെ കൂട്ടിലോട്ട് കയറിക്കോ, ഇതിന് സ്ഥലമുണ്ടല്ലോ. പട്ടി കുരച്ചല്ല, ആളെ തിരിച്ചറിഞ്ഞോണ്ടാ. ഓ, വിളിച്ചു വരുത്തി കളിയാക്കിയതാ അല്ലേ? അതെ. തൊഴുത്തിലോട്ട് വരാൻ പറഞ്ഞു അച്ചമ്മ. ഏതായാലും വന്നതല്ലേ, ഒരു പശുക്കുട്ടിക്ക് മൂക്ക് കയറി കെട്ടാനുണ്ട്. വാ ഡോക്ടറെ. മൂക്ക് കയറോ? അതൊന്നും എന്റെ പ്രൊഫഷന് പെട്ടതല്ല. എടോ ചന്ദ്രപ്പ. എന്തിനാ ചന്ദ്രപ്പൻ? അച്ഛമ്മ അത് കൊച്ചു കിടാവാ. ഈ ഡോക്ടർ തന്നെ കെട്ടിയാലേ ശരിയാവൂ. ഈ വെറ്റിനറി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് റാങ്കാ. ഡോക്ടർ അല്ല, ഇനി കളക്ടർ ആയാലും കോറോത്ത് വീട്ടിൽ വന്നാൽ ചിലപ്പോ കറവക്കാരൻ വരെ ആകേണ്ടി വരും. പിടിക്കണോ? കുമാരാ, ഇന്ന് കുറച്ച് മുത്താറിയും കറുകവേരും ചെമ്പരത്തിയും കൊണ്ടുവരണം. ഒരു കഷായം ഉണ്ടാക്കാനാ. ഏറ്റു. ഇന്ന് വൈദ്യശാലയിൽ സാധനം എത്തിയിരിക്കും. ഏറ്റവും നീയല്ലേ, അതോണ്ടാ സംശയം. ആട്ടെ, ആ തെങ്ങിന് നാളെ വളം മേടിച്ചോ നീയെ? അത് മറന്നു. വെട്ടിക്കുഷ്മാണ്ടം ഒന്നിനൊരു ഓർമ്മയില്ല. ഓർമ്മയുണ്ടാവാൻ ഒരു അസ്തല് ലേഹ്യുണ്ട്, അത് ഞാൻ തരാം. രണ്ടുപേരെ അങ്ങോട്ട് സേവിച്ചാ മതി. എന്റെ അമ്മേ, തൽക്കാലം വേണ്ട. ആ നന്ദിനിക്കുട്ടിയുടെ അമറിൽ നിർത്താൻ വല്ല ലേഖുണ്ടെന്ന് പറഞ്ഞാ മുത്തശ്ശി എന്നെ കിടത്തി പൊറപ്പിക്കണില്ല. അതവളെ ചവിട്ടിക്കാഞ്ഞിട്ടാ. ഇപ്പൊ അവളെ ചവിട്ടിച്ച ഒരു 10 മാസം കഴിയുമ്പോ അവൾ ചെറുതായിട്ടൊന്ന് പ്രസവിക്കും. ചെറുതായിട്ട് എങ്ങനെയാ പ്രസവിക്കുന്നത്? അതൊക്കെ നീ ആ പശുപാലകരോട് പോയി ചോദിക്കേ. വരുന്നു. എന്റെ പൊന്ന് നന്ദിനിക്കുട്ടിയല്ലേ, മോളിതങ്ങ് കുടിക്ക്. ആ കുമാരനൊന്നിങ് വന്നോട്ടെ, നിന്റെ കാര്യം അവൻ നോക്കിക്കോളും. ഞാൻ റെഡി. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ സ്നേഹമുള്ളവനാ. വെറ്ററിനറി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൂട്ടിട്ട് വാ. ഇപ്രാവശ്യം ഇഞ്ചക്ഷൻ കൊടുത്തു നോക്കാം. ഇവക്ക് പിടിക്കുമെന്ന് അറിയണമല്ലോ. എന്തിനാ ശ്രീധരേട്ട ഇഞ്ചക്ഷൻ ചെയ്യണേ? ഇഞ്ചക്ഷൻ അല്ലടാ, ഇഞ്ചക്ഷൻ. അത് തന്നെ. എന്തിനാ? പ്രസവിക്കാൻ. അപ്പോ അതിനെ ചവിട്ടിക്കണ്ടേ? ചവിട്ടിക്കുന്നതിനേക്കാൾ ഇപ്പോ നല്ലത് ഇഞ്ചക്ഷനാ. മൃഗങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഒരു വഴിയുണ്ടല്ലോ. എന്താണത് പറഞ്ഞേ? നാളെ തന്നെ ഡോക്ടറെ വിളിച്ചോണ്ട് വരാന്ന്. പോരാ, ഇന്ന് തന്നെ വേണം. കണ്ടില്ലേ അവിടെ ഒരു വിഷമം? കുമാരാ, എന്തോ വരുന്നു. മോളെ, മോളിതങ്ങ് കുടിച്ചേ, എല്ലാം ഞാൻ ശരിയാക്കി തരാടി. സാവിത്രി അടുത്ത് എന്നെ വിളിച്ചോ? എന്താ കുമാര എങ്ങനെ ഒരു മറവി? സാവിത്രി അടുത്ത് എന്താ എന്നോട് പറഞ്ഞിരുന്നത്? ഇഞ്ചക്ഷന്റെ കാര്യം. അത് വേണ്ട സാവിത്രി അടുത്ത്. പ്രസവിച്ചില്ലെങ്കിൽ പ്രസവിച്ചില്ല എന്നുള്ളൂ. കുത്തിവെച്ചിട്ട് അത് വേണ്ട. കുമാരൻ എന്തൊക്കെയായി പറയണേ? പ്രസവിക്കാൻ ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് ആരാ പറഞ്ഞേ? അത് പറഞ്ഞ ശ്രീധരേട്ടനാണല്ലോ. ശ്രീധരേട്ടൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞാ കേൾക്കണ്ടേ? ഇഞ്ചക്ഷൻ ചെയ്ത് എന്നെ പ്രസവിച്ചാ മതിന്ന്. ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തേ? അത് മനസ്സിലിരുന്നാ മതി. ലക്ഷ്മി അടുത്തോട് ഞാൻ പറഞ്ഞു കൊടുക്കും. എന്താ സാവിത്രി? എന്തിനാ കുമാര സാവിത്രിക്കുട്ടി കരയണത്? വാവടത്തില്ലേ? അതിന് ശ്രീധരേട്ടൻ പശുവിന് ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതാ ചവിട്ടിച്ചാ മതി. ശ്രീധരേട്ടന് ഒരേ നിർബന്ധം, ഇഞ്ചക്ഷൻ തന്നെ വേണം. അതിന് സാവിത്രിക്കുട്ടി കരയേണ്ട കാര്യം എന്താ? സാവിത്രി അടുത്ത് എന്റെ പക്ഷത്താ ഇഞ്ചക്ഷൻ വേണ്ടാന്ന്. എത്രയുള്ള കാര്യം. ആ കുമാര, ബാലന് കാവശ്ശേരിയിലെ പെൺകുട്ടിയുടെ ജാതകം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട്? ഏറ്റു. നാളെ പോയേക്കാം. ഈ കുമാരൻ എന്ത് പറഞ്ഞാലും നാളെ. എന്നാ ഏറ്റു, ഇപ്പൊ തന്നെ പോയേക്കാം. എന്തിനാ സാവിത്രിക്കുട്ടി ഈ നിസ്സാര കാര്യത്തിന് കരയണേ? എടുത്തേക്ക് ഇത് നിസ്സാരായിരിക്കും. എനിക്കങ്ങനെയല്ല. ഇഞ്ചക്ഷൻ ചെയ്തെന്ന് വെച്ചിട്ടെന്താ? പ്രസവിക്കുന്ന ഉറപ്പല്ലേ? നല്ല ഒന്നാന്തരം കുട്ടിയെ കെട്ടുകയും ചെയ്യും. എന്നാ എടുത്തേക്കായിക്കൂടെ? എന്നെ തന്നെ പരീക്ഷിക്കണ എന്താ? നീ എന്താ കുട്ടി പറയണേ? ഇഞ്ചക്ഷന്റെ കാര്യം തന്നെയാ. ഇഞ്ചക്ഷൻ ചെയ്ത് എനിക്ക് പ്രസവിക്കണ്ട. നീ ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് ആരാ പറഞ്ഞത്? ഈ ഏടാകൂടങ്ങളൊക്കെ ആരാ പറയാ? ശ്രീധരേട്ടനല്ലാതെ. എടി മണ്ടി, ശ്രീധരൻ പശുവിന്റെ കാര്യല്ലേ പറഞ്ഞത്? പിന്നെ കുമാർ
ആരും പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ആ പൊട്ടം പറയണ കേട്ട് നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചാലോ? വേഗം പോയി മുഖം കഴുത്. ലക്ഷ്മി അടുത്ത് കാണണ്ട. ഓ ഭാഗ്യം, ഒന്നും എന്നെ ഏൽപ്പിക്കാത്ത ഒരാളെങ്കിലും ഈ വീട്ടിലുണ്ടല്ലോ. ആട്ടെ, അമ്മട്ടിക്ക് ഒരു ആവശ്യമില്ലേ? എനിക്കിപ്പോ ആവശ്യം മുത്തശ്ശിക്ക് ചായ കൊടുക്കാൻ പാലാ. മുത്തശ്ശിക്ക് ഇതുവരെ ചായ കൊടുത്തില്ലേ? മുത്തശ്ശിക്ക് ഇവിടെ ആർക്കും ചായ കൊടുത്തിട്ടില്ല. പാല് വേണ്ടേ? പശുവിനെ കറന്നോ? കറന്നല്ലോ. പാലെന്തേ? പാല് ഞാൻ തന്നില്ലേ? ഈശ്വര, പാല് ഞാൻ പിന്നെ എവിടെ കൊണ്ട് കൊടുത്തു? എന്റെ അമ്മേ, നന്ദിനി അല്ല കറമ്പി. സാറിന് എന്താണ് ഒരു ഇഞ്ചി തിന്ന ഭാവം? സാറ് ഈയിടെ കുറെ ഇഞ്ചി തിന്ന് കൂട്ടുന്നുണ്ട്. മൂപ്പർക്ക് മിടുക്ക് പോരല്ലേ? എന്താ? അല്ലേ, സൗന്ദര്യമുണ്ട്, പണുണ്ട്, വാഹനമുണ്ട്, മാന്യതയുണ്ട്. അന്യനാട്ടില് സുന്ദര ഒരു വീടുണ്ട്. ആ വീട്ടില് ആവശ്യമുള്ളത് മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു നാണുനായരുണ്ട്. പിന്നെ എന്തിനും മിടുക്കുള്ള ഒരു ഡ്രൈവർ ഉണ്ട്. എന്നിട്ടും ആ ടീച്ചറില്ലാതെ മറ്റൊരെണ്ണം ഇവിടെ കയറി വരുന്നില്ലല്ലോ ഗോപാലകൃഷ്ണൻ. കേറിയിട്ട് തനിക്ക് എന്താ ഗുണം? എനിക്കൊരു ഗുണമുണ്ടായിട്ടല്ല, എങ്കിലും നമുക്കൊരു സന്തോഷല്ലേ ഗോപാലകൃഷ്ണ. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. ചിലർക്കൊന്ന് കാണുന്നതിൽ സന്തോഷം, ചിലർക്കൊന്ന് കേട്ടാ മതി, ചിലർക്കൊന്ന് തൊട്ടാ മതി. ഈ സ്പർശന സുഖം. സാറിന് ഈ കാര്യങ്ങളില് 100 മാർക്കാ. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ സാറിന് ഞങ്ങൾക്ക് കുറ്റക്കുറവുണ്ട്. അല്ല, ഈ വക സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം. ഇവിടെ എന്തായിരിക്കും സ്ഥിതി? കൃഷ്ണകൃഷ്ണ, ഗോപാലകൃഷ്ണ. അല്ല, ഗുരുവായൂരപ്പനെ വിളിച്ചതാ. അത് ശരി. കണ്ണാടി ഊരി വെക്കണോ ഗോപാലകൃഷ്ണ? താനിൽ തുറച്ചോണ്ട് വന്നേ. അങ്കിളുണ്ടോ അവിടെ? സാറ് കിടക്കുകയാണ്, നല്ല തലവേദന. വിളിക്കണോ? ഏയ് വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പോട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അവിടത്തെ പോലെ ഇവിടെയും സുഖം. ചേട്ടന്റെ ചിരി കാണാൻ നല്ല രസമാണ്. ആണോ? ഒരു ചെറിയ പല്ലുവേദന. ഇല്ലെങ്കിൽ ഇതിലും നന്നായിട്ട് ചിരിക്കാമായിരുന്നു. ഒരു ദിവസം ഞാൻ ക്യാമറയും കൊണ്ട് വന്ന് ചേട്ടന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? എന്തിനാ? ഈ ചിരി എനിക്ക് എപ്പോഴും കാണാനാ. അതെ, സ്റ്റുഡിയോയിൽ എടുത്ത ഫോട്ടോ മതി, ഞാനിപ്പോ തരാം. ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. മോനെ ഗോപാലകൃഷ്ണ, കൊടുക്കുമ്പോ നമ്മൾ രണ്ടാളും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കായിരുന്നു. പോക്കറ്റാൻ പറഞ്ഞാലുണ്ടല്ലോ, അവൾ ആരാണോ വിചാരിച്ചേ? എനിക്കറിയില്ല. എന്നാ മനസ്സിലായിക്കോ, എന്റെ സ്വന്തം ആളാ. ആ, വരട്ടെ. ബൈ ഡാഡി. ബൈ മമ്മി. ബൈ. ബൈ. ബായ് മോളെ. എടാ, ജയുടെ അച്ഛനമ്മയിലടാ പോന്നെ? അവരാദ്യമായിട്ട് കാണുക അല്ലല്ലോ. ചിലപ്പോ അവള് വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും അല്ലേ? വീട്ടിൽ വേറെ പലരും കാണും. പലതെന്ന് വെച്ചാ ഒരു വേലക്കാരി, അയാളുടെ മകൻ ബോർഡിങ്ങില്ല. പിന്നെ ആരാ ഉള്ളത്? വേറെ പലരും കാണില്ലേ? ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാകട്ടെ. നമുക്ക് അവിടെ വരെ പോകുന്നതിൽ എന്താ കുഴപ്പം? അവളെനിക്ക് നല്ല റോസിന്റെ തണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന്റെ? റോസിന്റെ. അയൽവക്കാരെ എന്താ മോശമാ? ഞാൻ പറഞ്ഞേക്കാം. എടാ, ഒരു റോസിന്റെ കമ്പ് വാങ്ങിക്കാൻ പോകുന്ന അയൽവക്കാർക്ക് എന്താടാ? നിനക്ക് എന്ത് പറ്റി? എനിക്ക് ബി ചെയർഫുൾ മാൻ. നീ ഇവിടെ തന്നെ ഇരുന്നോളണം. ആരെങ്കിലും വരികയോ എന്തെങ്കിലും അപകട സൂചന കിട്ടുകയോ ചെയ്താൽ നീ നീട്ടി 2 ഹോൺ അടിച്ചേക്കണം. അതൊന്നും ചിലപ്പോ പറ്റിയെന്ന് വരില്ല. ഒന്ന് സഹകരിക്കടാ. നിനക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചരാം. തരാന്ന് പറയുന്നല്ല, തരുന്നത് കാണുന്നില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ കോവാല. ഹോൺ വർക്ക് ചെയ്യണ്ടോന്ന് നോക്കിയതാ. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഹായ്. Hi uncle, what a surprise. Please come in. എന്താടാ? എന്റെ കൈയറിയാതെ കൊണ്ടതാ, നോക്കി നിന്നപ്പോഴ്. ഓ, ഇവനെപ്പോലൊരു മരക്കഴുത.
വേണ്ട വേണ്ട അങ്കിൾ ഒന്നും പറയണ്ട. നെക്ലസ് തരാമെന്ന് പറഞ്ഞ് അങ്കിൾ എന്നെ പറ്റിക്കല്ലേ? അയ്യോ സത്യമായിട്ടുമല്ല, ഞാൻ ഓർഡർ കൊടുത്തിരിക്കുക. നല്ല മരുതക്കല് കിട്ടാനില്ല, ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അങ്കിൾ നോണ പറയാ, തരാന്ന് പറഞ്ഞ് മോഹിപ്പിക്കുകയുള്ളൂ. അല്ല, ജയ എന്ത് ചോദിച്ചാലും ഞാൻ തരും. ഇപ്പൊ എന്ത് വേണം? അങ്കിളിന് ഇഷ്ടമുള്ളത്. ആ കൈയൊന്ന് നീട്ടിക്കേ. എന്തിനാ? നീട്ട്. കൈ വിടൂ അങ്കിൾ, വിടൂ അങ്കിൾ. ഇങ്ങോട്ടിരിക്കുന്നേ. പ്ലീസ് വിടൂ അങ്കിൾ. ഇങ്ങോട്ടിരിക്കേ. ഇനിയും ജയ എന്ത് ചോദിച്ചാലും ഞാൻ തരും. പകരം നീ എനിക്കെന്ത് തരും? അങ്കിളിന്റെ കവിളത്ത്. കവളത്ത്? കവളത്ത്? പറയൂ. കവളത്ത്? ഒറ്റ അടി തരും. ശരീരത്തെ തൊട്ടുള്ള സ്നേഹം വേണ്ട. ഞാൻ വരട്ടെ. അയ്യോ അങ്കിൾ ഒന്നും കഴിച്ചില്ലല്ലോ. ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ? നോ താങ്ക്സ്. വല്ല സംഭവിച്ചോ? സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. എല്ലാം. അപ്പൊ ഇതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? രേവതി കൊണ്ടുപോയപ്പോഴും ഓടിക്കുന്നില്ലേ? ഞാൻ ഇന്ന് ആകെപ്പാട് ഒരു റൊമാൻറ്റിക് മൂഡിലാണ്. നീ ഓടിച്ചോടാ കൊള്ളാ. എന്താടാ പുച്ഛിച്ചൊരു ചിരി? അല്ല, റൊമാൻസിന് ഇങ്ങനെയും ചില മുഖങ്ങളുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എവിടെയുണ്ടോ മാരെ? മേലെ റൂമിലുണ്ട് സാർ. കമാ. ഇതാ ഇവരാണ് സാർ. ഓഹോ, എന്താടാ ഇത്? ടി വി സീലിന്റെ പേരും പറഞ്ഞ് ഹോട്ടൽ റൂം എടുത്തിട്ട് ബില്ലും കൊടുക്കായിരുന്നു ചീട്ട് കളിക്കുന്നു. കാശ് വെച്ചാണ് അവിടെ കളി? അല്ല സാർ. ആരാടാ എന്റെ പ്രൊഡ്യൂസർ? പ്രേംകാന്തിയാണ് സാർ. പ്രേംകാന്തി? വേറെ പേരൊന്നും കിട്ടില്ല. എവിടെ അവൻ? ഉറക്കമാണ് സാർ. ഇപ്പൊ വിളിക്കാം. വിളിക്കടാ. പ്രേംകാന്തി സാർ, പ്രേംകാന്തി സാർ, പ്രേംകാന്തി സാർ. നെക്സ്റ്റ് ഷോട്ട്. നീയാണോടാ എന്റെ പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസർ മാത്രമല്ല, ഡയറക്ടറും കൂടിയാ. ഹോട്ടൽ റൂം എടുത്തിട്ട് പൈസയും കൊടുക്കാതെ AC ഇട്ട് സുഖിക്കുവാണ് അല്ലടാ? സത്യമായിട്ടും സുഖിക്കായിരുന്നില്ല സാർ. മാനസികമായും ശാരീരികമായും തളർന്നു കിടന്നുറങ്ങി പോയതാ. 2 ദിവസമായിട്ട് ഇതിനകത്ത് പൂട്ടിയിട്ടിരിക്കുക സാർ. എന്താ കാര്യം? കുറച്ച് ക്യാഷ് പ്രോബ്ലംസ്. എത്ര രൂപയുടെ കൊടുക്കാനുള്ളത്? വെറും 10,000 രൂപ. only 10,000 baht. 10,000 bucks ഇല്ലടാ റാസ്കിൽ. ചുമ്മാ ചുറ്റിക്കളിയായിട്ട് നടക്കുവാണല്ലേ? ഇടിച്ച് നിന്റെ സിലിണ്ടർ ഞാൻ ഇളക്കും. നടക്കടാ സ്റ്റേഷനിലേക്ക്. സാർ ഞാൻ മറ്റേ നടക്കടാ. സാർ ഞാൻ വാടാ ഇങ്ങോട്ട്. ആ, നിങ്ങൾ ഇവന്മാരെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഒരു ടാക്സി പിടിച്ച് സ്റ്റേഷനിലേക്ക് വന്നേരും. സാർ ഇവനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എനിക്കിവനെ ഇത്തിരി ആവശ്യമുണ്ട്. നടക്കടാ. സാർ ഞാൻ വാടാ. ജീവനോടുണ്ടെങ്കിൽ ഇനിയും കാണാം. എടാ, നിന്നെ അവിടെ നിന്ന് ഊരിയെടുക്കാൻ ഞാൻ ഇത്ര ഭംഗിയായി അഭിനയിച്ചിട്ടും നിനക്കതൊന്നും മനസ്സിലായില്ലെങ്കിൽ പിന്നെ നീയൊക്കെ എന്തിനാടാ ഡയറക്ടറാണെന്നും പറഞ്ഞ് മറ്റുള്ളവരെ അഭിനയം പഠിപ്പിക്കാൻ നടക്കുന്നത്? എന്നാൽ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു വേണോട്ടാ. അന്നേരം ശരിക്കും ഞാൻ വരണ്ട മുള്ളി പോയി. അല്ലേലും ഈ കാക്കിക്കകത്ത് കയറിയ പിന്നെ സ്വന്തം അപ്പനെയും അമ്മയും പോലും തിരിച്ചറിയത്തില്ല എന്ന് പറയുന്നത് എത്ര ശരിയാ. എന്താടാ അപ്പനും അമ്മയ്ക്ക് ഇത്രയും ഫോഴ്സ്? ഞാൻ ജനറൽ അപ്പനമ്മയെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. നീ സണ്ണിയുടെ അനിയനായി പോയി. അല്ലെങ്കിൽ ഞാൻ വാടാ. അങ്ങോട്ടോ കേറിയിരിക്കടാ. ഞാനോ? കേറിയിരിക്കടാ ഇങ്ങോട്ട്.
വേണു കേട്ടോ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ക്യാമറ സാധനങ്ങളും ആ ഹോട്ടലുടമ പിടിച്ചു വെച്ചിരിക്കാൻ മണിക്കൂർ കണക്കിന് അതിന് വാടക കൂടിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ തന്നെ ഒരു 10-15 രൂപയെങ്കിലും ആയി കാണും. ആ ക്യാമറ വിട്ടുതരാൻ ഹോട്ടലുടമയോട് ഒന്ന് വിളിച്ചു പറയോ? അല്ലെങ്കിൽ വേണോട്ടം കുറച്ച് കാശൊന്ന് റോൾ ചെയ്ത് തന്നാൽ മതി, ഞാൻ പലിശ സഹിതം തിരിച്ചു തന്നോളാം കൈ കിട്ടുമ്പോ. കൊച്ചു കഴിവേറി ചെക്കർക്ക് ടിക്കറ്റ് എഴുതാവരാ. എന്റെ പൊന്നുമോൻ ചെന്ന് വേറെ എവിടുന്നെങ്കിലും കാശുണ്ടാക്കിയിട്ട് ക്യാമറ കൊണ്ട് പോയാ മതി. കാശുണ്ടാക്കാൻ ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു എളുപ്പവഴിയും കാണുന്നില്ല. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട, ഒറ്റ വഴിയുള്ളൂ. എന്ത് വഴി? നേരെ ചെന്ന് നിന്റെ ചേട്ടന്റെ കാലേ വീഴുക. ഓ, ഞാൻ സണ്ണിച്ചായനോട് ചോദിച്ച തരത്തില്ലെന്നേ. വേണുവേട്ടൻ എനിക്ക് വേണ്ടി ഒന്ന് ചോദിക്കാവോ? ചോദിക്കാവല്ലോ, പക്ഷെ ഇതല്ല. പിന്നെന്നതാ? ആ കൊലയിൽ എങ്ങനെ ഇങ്ങനെ ഒരു പേടുണ്ടായിന്ന്? ആ, വളക്കുറവുണ്ടായിരിക്കും. നീ വല്ലതും പറഞ്ഞായിരുന്നു? ഓ, ഒരു ആത്മകഥ അറിയാതെ പുറത്താടിയതാ. നീ ആ കുഞ്ഞുകുട്ടിച്ചാന്റെ മോൻ തന്നെ. കള്ളൻ. കൂടുതൽ ക്ലോസ് ആവല്ലേ. നിർത്തി. നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നീ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ? ആ വേണുഗോപാൽ വന്നുകൊണ്ട് പോലീസിന്റെ ഇടി കൊള്ളാൻ രക്ഷപ്പെട്ടു. ഇതേ അവസാനത്തെ ചാൻസാ. ഇനി ഹോട്ടലിലെ ക്യാമറ എന്നൊക്കെ പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന ഒരൊറ്റ പൈസ ഞാൻ തരത്തില്ല. ഓരോ ബിസിനസിന്റെ പേരും പറഞ്ഞ് എന്റെ അപ്പച്ചന്റെ എത്ര കാശാ നീ പൊടിച്ചത്? അവനൊരു പ്രശ്നം വന്നപ്പോ എല്ലാരും കൂടെ പരിഹസിക്കുക. മനുഷ്യരുടെ കാര്യല്ലേ? ചിലപ്പോ നാളത്തെ ഏറ്റവും വലിയ ഡയറക്ടർ ആകാൻ പോകുന്ന ജോസൂട്ടി ആയിരിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട അടുത്ത്. മനുഷ്യന് മനസ്സമായിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്തില്ലേ ആ ചെക്കിനെ രേഷ്മ ആയിരിക്കുന്നത് നമ്മുടെ സണ്ണി കുരുവിളിയല്ലേ, നോവലിസ്റ്റ്. എന്നാ ഒന്ന് പരിചയപ്പെട്ടുകളെ. പാടി നമുക്ക് നെടുത്ത് കയറാം. എക്സ്ക്യൂസ് മീ, നോവലിസ്റ്റ് സണ്ണി കുരുവിള സാറല്ലേ? അതെ. ഞാൻ പറഞ്ഞില്ലേടി, ഞങ്ങൾ സെന്റ് തെരേസാസിലെ സ്റ്റുഡൻസാ. ഐ എം മഞ്ജു. ഐ എം രേഷ്മ. ഐ എം കിറ്റി. ഞാൻ സീന. വി ആർ ഓൾ യുവർ ഫാൻസ്. സർ, ശരത് ഭാര്യ ഡൈവോഴ്സ് ചെയ്യോ? ശരത്തോ? ആ, ഇപ്പൊ കലാകൗമുദിയിൽ വന്നോണ്ടിരിക്കുന്ന വർണ്ണപ്പൊട്ടുകൾ എന്ന നോവലിലെ ഹീറോ. വായിച്ചെടുത്തോളം അസലായിട്ടുണ്ട്. എന്താണ് സർ, ശരത് സ്വപ്നെ ഡൈവോഴ്സ് ചെയ്യോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഡൈവോഴ്സ് ചെയ്യണോ അതോ വേണ്ടോ? അറിയാനുള്ള ആങ്സൈറ്റിയോട് ചോദിച്ചു പോയതാ. ഈ ആങ്സൈറ്റി സസ്റ്റെയിൻ ചെയ്യുന്നതിലാണല്ലോ ഒരു നോവലിസ്റ്റിന്റെ വിജയം. അതുകൊണ്ട് അടുത്ത ലക്കം വരുന്നവരെ ആങ്സൈറ്റി കീപ് ചെയ്തോളൂ. ഇതാരാണ് സർ? എന്റെ ബ്രദറാ മിസ്റ്റർ ജോസ്. നോ നോ നോ, ഐ എം ഗാന്ധി, പ്രേം ഗാന്ധി. ബ്ലൈൻഡ് ആണോ? അല്ലല്ല, ഐ എം എ ഫേമസ് ടെലിഫിലിം ഡയറക്ടർ. കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു ടെലിഫിലിം ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിരുന്നോ? നോക്കത്താഴത്തിൽ കാലം നീട്ടി. ഓ, സാറായിരുന്നു അതിന്റെ ഡയറക്ടർ? യെസ് യെസ്, പ്രേം ഗാന്ധി. ഹാവ് യു സീൻ ഇറ്റ് യാ? സത്യം പറയാലോ, അത് കണ്ട് ഞങ്ങൾ കരഞ്ഞുപോയി. വാട്ട് എ പിറ്റി. ഞാനത് കോമഡി ആയിട്ടാണല്ലോ ട്രീറ്റ് ചെയ്തത്. നിങ്ങൾക്കത് ട്രാജഡി ആയിട്ടോ ഫീൽ ചെയ്തത്? പൊന്നു പ്രേംകാന്തി സാറേ, ദയവ് ചെയ്ത് കോമഡിയുടെ പേരും പറഞ്ഞ് ഇതുപോലുള്ള കഥകൾ പടച്ചു വിടല്ലേ. സ്വന്തം ടി വി ആയതുകൊണ്ട് തല്ലിപ്പൊളിച്ച് കളയാനും പറ്റില്ലല്ലോ. സാർ, ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് സാറ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരണം. അതിനെന്താ, ആയിക്കോട്ടെ. സോറി സാർ, വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ക്ഷണിച്ചോന്ന് കരുതണ്ട. ഞങ്ങൾ വാർഡൻ ഒന്നിച്ച് ഒരു ദിവസം വീട്ടിലേക്ക് വരാം. സാറിന് ഏത് ദിവസം സൗകര്യം എന്ന് പറഞ്ഞാ? നെക്സ്റ്റ് സൺഡേ ആയിക്കോട്ടെ ലാൻസി. ദാറ്റ് മീൻസ് 9th. എന്താ 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 ചിരിക്കുന്നേ? അല്ല സാർ, സാറിന്റെ എല്ലാ നോവൽസിലും 9 എന്ന നമ്പറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഞങ്ങളോട് വരാൻ പറഞ്ഞത് ഒരു 9th. എന്താ സാർ അതിന്റെ സീക്രട്ട്? എന്ത് സീക്രട്ട്? നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അനുഭവങ്ങളും ഒക്കെ ആണല്ലോ നമ്മൾ നോവലിൽ പകർത്തുന്നത്. 9, that is my lucky number. ഓക്കെ സാർ, ഞങ്ങൾ കുറെ നേരം കത്തിവെച്ച് സാറിന്റെ ഫാമിലിയൊക്കെ ബോർ അടുപ്പിച്ചു അല്ലേ? സോറി സാർ. It's all right. പരിചയപ്പെടാൻ കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. റിയലി. ഞങ്ങൾ വരട്ടെ സാർ. സോറി ഫോർ ദ ട്രബിൾ. ഓക്കെ, ബൈ സാർ. ബൈ. ഇവളുമാരെ ഹോസ്റ്റലിൽ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണോ? ഓ, ഒരുത്തിക്ക് സണ്ണിയുമായി മുട്ടി ഒരുമി നിന്നാലേ സംസാരം വരത്തുള്ളൂ. എനിക്കുന്നൊരു വർത്താനം പറയണമെന്നുണ്ടായിരുന്നു. എങ്ങോട്ടാ? ഫാൻസ് അങ്ങനെ ചേട്ടത്തി, അവര് വളരെ ഡീപ്പായിട്ട് ഡീൽ ചെയ്യും. പിന്നെ അത് കറക്റ്റ്. ഇപ്പൊ കണ്ടില്ലേ, പ്രേം ഗാന്ധിക്ക് വളരെ ഡീപ്പായിട്ട് തന്നെ കിട്ടിയത്. എനിക്ക് വയ്യ, നീ പോയി നോക്ക്. അയ്യോ കർത്താവേ! എന്താ? ഏതൊരു സാധനം മിസൈല് പോലെ എന്റെ മുമ്പിൽ കൂടെ പാഞ്ഞു പോയി. മിസൈല? ആ, ദത്തെടുക്കാൻ വന്ന സ്ഥലം കൊള്ളാം. ഇവിടെ മുഴുവൻ തീവ്രവാദികളുടെ കുഞ്ഞുങ്ങളാണെന്നാ തോന്നണേ. ശരിയാ, യവന്മാരൊക്കെ വളർന്നാണ് അവസാനം അലവലാതി കുക്കുകളായിട്ട് മാറുന്നത്. അതെ.
അവനെ കണ്ടിട്ട് ഡോൺ ബോസ്കോ പുണ്യാളിനെ പോലെ ഉണ്ട്, പാവം. ശരിയാ, ഇവൻ ആള് ബുദ്ധിമാനാ, കണ്ടാലറിയാം. മോനെ ഇങ്ങോട്ട് വന്നേ, അങ്കിള് ചോദിക്കട്ടെ. ആ, നീ പറഞ്ഞത് ശരിയാ, അവൻ നല്ല ബുദ്ധിമാനാ. നിന്നെ അവന് പെട്ടെന്ന് മനസ്സിലായി. ഇതാ പറഞ്ഞത് പിള്ള മനസ്സിൽ കള്ളമില്ലാന്ന്. കൊച്ചുമിടുക്ക. നിന്നെ പോലെ തന്നെ ആരോ വലിച്ചെറിഞ്ഞ ഒരു കുഞ്ഞിന് ഒരു നല്ല ജീവിതം കൊടുക്കാനുള്ള മഹാമനസ്കതയാണ് കർത്താവ് നിനക്ക് തോന്നിച്ചിരിക്കുന്നത്. ജീവ, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദേ ഇതിനെ നമുക്ക് എടുക്കാം. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? പിന്നെ അന്യായമായിട്ടുള്ള വിലയൊന്നും അച്ഛൻ പറയരുത്. അച്ഛനും ഞങ്ങൾക്ക് നഷ്ടമില്ലാത്തൊരു റേറ്റ്. മനസ്സിലായില്ല? അയ്യോ, അച്ഛന്റെ ഒരു കാര്യം. ദേ ഇതിന് ഞങ്ങൾ ഉറപ്പിച്ചു. ഒരു 5 മുറിയോ? ചേട്ടാ, നീ ഇതിൽ ഇടപെടണ്ട. കച്ചവടം ഞങ്ങൾ ഉറപ്പിച്ചോളാം. ഏത് സാധനം ആയാലും കണ്ണും പൂട്ടി വില പറയുന്ന സ്വഭാവമാണ് നിന്റേത്. 22 കിലോ ഉള്ളൂ. വെക്കോളൂ എന്റെ കുഞ്ഞിനെ താഴെ. അയ്യോ, ഇത് അച്ഛന്റെ കുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചത് വല്ല അനാഥ കുട്ടിയാണെന്ന്. താഴെ നിർത്താൻ. Get out. All of you, get out. ഞാൻ പോവും. നോക്കി നോക്കി വില പറയാൻ ഇറച്ചിക്കടയാണെന്ന് കരുതിയോ നീയൊക്കെ? ഞാൻ അപ്പോഴേ പറഞ്ഞത് അച്ഛനൊരു ചൂടനാണ്, വളരെ സൂക്ഷിച്ചിടപെടണം. ഒന്നിറങ്ങി പോകുന്നുണ്ട് രണ്ടും. സഹായിച്ചൊക്കെ മതി. സോറി ഫാദർ, അവരറിവില്ലായ്മ കൊണ്ട് അങ്ങനെ. അവരുടെ അറിവില്ലായ്മ കൊണ്ട് വേദനിച്ചത് ഈ കുഞ്ഞു മനസ്സാണ്. ഈ ഓർഫനേജിന്റെ മുന്നിൽ ഒരു ബോർഡ് പോലും ഞാൻ വയ്ക്കാത്തത് മതിൽക്കെട്ടിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ആളുകൾ സഹതാപത്തോടെയും പുച്ഛത്തോടെയും എന്റെ കുഞ്ഞുങ്ങളെ നോക്കരുതെന്ന് കരുതിയാണ്. പണത്തിന് വിൽക്കാൻ കോഴിക്കുഞ്ഞുങ്ങളെയും പന്നിക്കുഞ്ഞുങ്ങളെയും അല്ല ഞാൻ ഇവിടെ വളർത്തുന്നത്. ഈ മുത്തുകളെ സ്നേഹിക്കുന്ന ഹൃദയവും അവരെ കൊതിക്കുന്ന മനസ്സും, അങ്ങനെയുള്ളവരിലാണ് ഇവരുടെ ഭാവി ഞാൻ കാണുന്നത്. പോയി കളിച്ചോളൂ. പ്രായത്തിനനുസരിച്ചുള്ള ശരീരം മാത്രമേ ഉള്ളൂ. രണ്ടിന്റെയും മനസ്സ് എപ്പോഴും കുഞ്ഞുങ്ങളെ പോലെ. അച്ഛൻ അവരോട് ക്ഷമിക്കണം. ഞങ്ങളോട് പൊറുക്കണം അച്ഛോ. ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായ രണ്ടുപേർക്കും ഞാൻ ഒരു സമ്മാനം തരുന്നുണ്ട്. ഞാൻ അടുത്തുവാ. അല്ല, ഇതാര് കുട്ടൂസോ? നീ ഇതുവരെ എവിടെയായിരുന്നു? അച്ഛോ, കുട്ടൂസ് ആകെ ബഹള. കുട്ടൂസേ, ഇങ്ങ് വാ. ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായി ഇവൻ. 3 മാസം പ്രായമുള്ളപ്പോഴാണ് ഇവനെ എനിക്ക് കിട്ടിയത്. അച്ഛോ, ഞാനിവനെ നിർത്തോട്ടെ. അതിനെന്താ? പതുക്കെ. ജീവൻ, സിസ്റ്റർ, കുട്ടിയാത്തോണ്ട് കൂടും. അച്ഛോ, ഇവനെ ഞാൻ കൊണ്ടുപോകട്ടെ. ഇവനെ മതി എനിക്ക്. ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് വരേണ്ടത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പൗലോസേട്ടൻ വരണ്ട, അത് ഫാദറിന് ഇഷ്ടാവില്ലെന്ന്. സോറി ഫാദർ. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. വിവാഹം കഴിഞ്ഞ് കുറഞ്ഞത് 3 വർഷം കഴിഞ്ഞ ദമ്പതികൾക്കാണ് ദത്തെടുക്കാനുള്ള അവകാശം. അത് മാത്രമല്ല, ഇനി ഒരിക്കലും പ്രസവിക്കാൻ സാധ്യതയില്ലെന്ന് ഭാര്യയെ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ സാക്ഷ്യപത്രവും വേണം. കുറച്ച് ഫോർമാലിറ്റീസ് വേറെ ഉണ്ട്. എവിടെയാ നിങ്ങളുടെ ഭാര്യ? എനിക്ക് ജീവന്റെ ഭാര്യ ബാംഗ്ലൂരില. അവിടെ എന്ത് ചെയ്യുന്നു? മെഡിക്കൽ കോളേജിലാ. എന്താ അസുഖം? അസുഖമല്ല, പഠിച്ചോണ്ടിരിക്കാം. LLB. മെഡിക്കൽ കോളേജ് LLBക്കോ? MBBS എന്ന് പറഞ്ഞത് LLB ആയി പോയതല്ലേ? ലേശം കുഴപ്പമുണ്ട്. നിങ്ങളിൽ ആർക്കാ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പൗലോസേട്ടന് ലേശം കുഴപ്പമുണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അല്ല മിസ്റ്റർ ജീവൻ, മെഡിക്കൽ ഡയഗ്നോസിസിൽ നിങ്ങളിൽ ആരുടെ കുഴപ്പം കൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തത്? അയ്യോ അച്ഛൻ, ജീവന്റെ ഭാര്യയ്ക്കാണ് കുഴപ്പം, ജീവന് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന ജീവനോടും ഉത്തരം പറയുന്ന ഇയാളും. എന്താ ഭാര്യയുടെ പേര്? മാരുതി. മാരുതിയോ? മാരുതിയല്ല, മാധുരി. ഞങ്ങൾ മധു എന്ന് വിളിക്കും. ഞങ്ങളോ? ഞങ്ങളെന്ന് പറഞ്ഞാൽ ജീവൻ. ജീവൻ ഒരു ദിവസം ഭാര്യയും കൂട്ടി വരും. ദത്തെടുക്കുന്ന കുഞ്ഞിനെ മകനായി അംഗീകരിക്കേണ്ടത് അവരാണല്ലോ. ഓക്കെ ജീവൻ, എനിക്ക് പ്രേയറിന് സമയമായി. ഫാദർ,
ഞാനവൻ ഇപ്പൊ കൊണ്ടുപോക്കട്ടെ, ഭാര്യയെ മറ്റൊരു ദിവസം കൊണ്ടുവന്നാ പോരെ? ജീവൻ, കാര്യം ഞാനൊരു കത്തനാരാ. പക്ഷേ ഫാദർ വെറ്റിലക്കാരൻ ഒരിക്കലൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല. മനസ്സിലായല്ലോ? സോറി ഫാദർ. ഓക്കെ. ഭാര്യയുടെ പേരെന്താന്ന് പറഞ്ഞത്? മാധുരി. എന്താ മാറ്റണ? അഭിവന്ദ്യരായ ഗുരുജനങ്ങളെ, നൃത്തകലാപ്രേമികളെ, നിങ്ങൾക്കെല്ലാവർക്കും കലാലയ നൃത്ത കലാലയത്തിന്റെ അകൈതവമായ അഭിവാദനങ്ങൾ. ഈ പുണ്യപുരാണ നൃത്ത സംഗീത ബാലെ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഇതിന്റെ പേര് കജദേവയാനി ബാലെ ആരംഭിക്കുന്നു. കലാസ്നേഹികളെ, ചതകേവയാനി കജദേവയാനി അരങ്ങത്ത് വേഷമിടുന്നവരെ ഒന്ന് പരിചയപ്പെടുത്താം. ഈ ബാലയിൽ ദേവയാനിയായി അഭിനയിക്കുന്നത് നിങ്ങളുടെ എല്ലാം പ്രിയങ്കരിയായ കനകവല്ലി. പിതാവേ. മകളെ ദേവയാനി, ഓ, എന്റെ വത്സല ശിഷ്യൻ കജൻ ഉറക്കമുണരുന്നതിന് മുൻപ് ഞാനൊന്ന് ഉലാത്തിയിട്ട് വരാം. ശരി അച്ഛാ, വേഗം പോയിട്ട് വരി. പിതാമഹൻ പോയല്ലേ ദേവയാനി? കള്ള ഉറക്കം നടിച്ച് കിടക്കായിരുന്നല്ലേ? ഈ കാനന ഭംഗിയിൽ സുന്ദരിയായ ദേവയാനിയെ കാണുവാൻ ഞാൻ വന്നു. ഉറക്കം നടിച്ചു കിടന്നു. അപ്പൊ മന്ത്രം പഠിക്കാനാണ് വന്നതെന്ന് പറഞ്ഞിട്ട്? അതും പഠിക്കണം. മന്ത്രത്തെക്കാൾ വലുതാണല്ലോ ഈ തന്ത്രം. രാമൻ സീതയെ അശോക വനത്തിൽ നിന്നും കൊണ്ടുപോയതുപോലെ നമുക്ക് ഈ പുഷ്പക വിമാനത്തിലേറി പറക്കാം. ഇതാര് കാട്ടുമാക്കാന്? കാട്ടുമാക്കാനല്ല, സംഭാലകൻ. ഈ കാട്ടിലും സംഭാവനയോ? ഓ, സംഭാവനയല്ല കജേട്ടാ, ഈ കാട് കാക്കുന്ന രാക്ഷസൻ സംഭാലകനാണ്. ഓ, നമസ്കാരം. യവനോട് ഞാൻ നമ്മളെ പ്രേമകാര്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇതെല്ലാരോടും പറഞ്ഞത്? ഞാൻ മന്ത്രം പഠിക്കാൻ വന്നത്. പഠിച്ചു കഴിഞ്ഞു. പഠിച്ചോണ്ടിരിക്കുവല്ലേ? എന്നെയും കൂട്ടോ. കേട്ടോ, നിന്നെ ഒരിക്കൽ ഞാൻ പഠിപ്പിച്ചോളാം. ഇന്നു വേണ്ട എന്റെ സംഭാലക. സംഭാലകനല്ല, സംഭാരകൻ. നിന്നെ പിന്നെ പഠിപ്പിച്ചു തരാം. ഇപ്പൊ നീ ഫ്രീ ആയിട്ടൊരു ഡാൻസ് കണ്ടോ? ദേവയാനി. പള്ളിവേലായുധോ പാറിപ്പറക്കുന്ന പൊന്മയിൽ വാഹനോ മാർഗളി തിങ്കളോ ജ്ഞാനപ്പഴമോ വരിക വരിക വടിവേല ഹരഹരോ ഹരഹര. എങ്ങനെ ഉണ്ടായിരുന്നു കനകു? കലക്കി എണ്ണ കലക്കി. വാർക്കാപ്പുറത്തിട്ട നമ്പർ ഏറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒടുക്കം വരെ ഈ ബാലെ കളിച്ചത്. എന്തായാലും തുളസി നമ്മുടെ മാനം കാത്തു. നീ എന്റെ മാണിക്കുവാ. ഈ ചന്ദ്രദാസൻ എവിടെ പോയി കിടക്കുന്നു കനകവല്ലി? ചന്ദ്രദാസ, ഈ മുനി ഇതെവിടാ? ഞാൻ കാശ് വാങ്ങാൻ പോയിരുന്നു. പറഞ്ഞതിലും പകുതി പൈസ കിട്ടുള്ളൂ. അതിൽ നിന്ന് സംഭാവനയും എടുത്തു. ഈ ഒടുക്കത്തൊരു സംഭാവന. മുഷിഞ്ഞ നോട്ട. തുളസി, നിന്റെ ആദ്യത്തെ പ്രതിഫലം. ബീവറേജ് അടക്കല്ലേ ആശാനെ? അപ്പൊ നാളെ ഓഫീസിൽ കാണാം. അതെ, മേക്കപ്പ് അഴിക്കണ്ടേ? ആശാനെ, ഞാനും എന്റെ നാട്ടിലെ കൂട്ടുകാരും തമ്മിലൊരു ബെറ്റ് വെച്ചിരുന്നു. ഒരിക്കൽ ഞാൻ ആശാന്റെ ബാലെ ട്രൂപ്പിൽ അഭിനയിച്ച് ആ വേഷത്തിൽ അവന്റെ മുമ്പിൽ ചെല്ലുമെന്ന്. അത് നന്നായി, ഗുരുത്വമുണ്ട്. പോയിട്ട് വരട്ടെ. വരണേ കനകവല്ലി. മഹാരണം പേടിച്ചു പോയല്ലോ. ഒന്ന് അഴിച്ചു മാറ്റേ. ധനുഷേ, ആരാ? ഞാനാ. കഥകു തുറക്കൂ. ചാണ്ടിച്ചനാണോ? ഞാൻ ഉറങ്ങി. ഞാൻ ഉറങ്ങില്ല, തുറക്കടാ. ധനുഷ്, മനുഷ്യനെ ഉറക്കക്കളെ. ഞാൻ ഉറങ്ങി. നീ ഉറങ്ങിയെങ്കിലും കഥകു തുറക്കൂ. ഈശ്വരാ.
ധനുഷേ രക്ഷിക്കണേ ആഞ്ജനേയ. ധനുഷേ ചാണ്ടിച്ച എന്താണെങ്കിലും നാളെ രാവിലെ സംസാരിക്കാം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഡാ, ഇത് ഞാനാണ് തുളത്തി. നീ എന്താ ഇങ്ങനെ? നിന്നെ കാണിക്കാൻ. നീയല്ലേ പറഞ്ഞ ഞാൻ വിചാരിച്ച ഒരു ജോലി കിട്ടൂലെന്ന്. ജോലിയും കിട്ടി, കൂലിയും കിട്ടി. ഞാനൊരു ബാലെ ട്രൂപ്പിലെ പ്രധാന നടനായി. എന്റെ ഒരൊറ്റ അഭിനയം കൊണ്ട് കേരളത്തിൽ മാത്രമല്ല കോട്ടയത്തും പരിപാടി കിട്ടി. ബാല കഴിഞ്ഞ എല്ലാവരും ഈ വേഷത്തിലാണോ വീട്ടിൽ പോണത്? നിനക്ക് പണ്ടർന്ന് അഴിച്ചു വെച്ചിട്ട് വന്നൂടെ? എന്നെ കണ്ടപ്പോ തന്നെ നീ ഇങ്ങനെ. അപ്പൊ നീ എന്റെ ആക്ടിങ് കണ്ടിരുന്നെങ്കിലാ. ഇത് തന്നെ ധാരാളം. ആണാ? ഞാനായതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. വേറെ വല്ലവരാണെങ്കിൽ പേടിച്ച് പണ്ടാറടങ്ങി പോയനെ. നീ എന്തിനാണ് പേടിക്കുന്നത്? മനഃശക്തി വേണടാ, മനഃശക്തി. ആ കരിമ്പൂത പിന്നെയും വന്നിട്ടുണ്ടാ തോന്നുന്നത്. എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ. ചാണ്ടിച്ചൻ പേടിക്കാതി, ഞാനില്ലേ കൂടെ. അത് മതി. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് തന്തയാണെന്ന് നോക്കത്തില്ല, ഒറ്റ ചവിട്ട് വെച്ചാലും ഞാൻ പിടിയാറോ. പയ്യെ ഇതാരത്? അയ്യോ.